ദിവസവും കുട്ടികൾക്കായാലും എല്ലാവർക്കും ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും നമ്മൾ എന്താ കൊടുത്തു വിടുന്നതെന്നുള്ള ടെൻഷനായിരിക്കും നമ്മൾ അമ്മമാർക്ക്. അപ്പം അതിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു അടിപൊളി റൈസാണ് കേട്ടോ. ചന റൈസാണ് തയ്യാറാക്കുന്നത്. ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ദിവസവും ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെയേറെ സമയമാക്കും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ചന റൈസ് തയ്യാറാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ കേട്ടോ. അപ്പോൾ വായോ നമുക്ക് ഈ ഒരു അടിപൊളി റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. Hey everyone, it's me Soumya. Welcome to Isha Spicy Tasty World. അതിനായി നമ്മളിവിടെ 1 കപ്പ് കടല, വെള്ളക്കടല ആണ് എടുത്തിരിക്കുന്നത്. വെള്ളക്കടല നന്നായിട്ട് തലേദിവസം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കടലയ്ക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ കടല ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കടല ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ അരി ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഞാൻ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പട്ട, ബേ ലീവ്സ്, ഈ വക എല്ലാ മസാലകളെല്ലാം, ജാതിപത്രി, ഈ വക എല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 സവോള നീളത്തിലൊന്ന് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു പിടി മല്ലിയിലയും നമ്മുടെ പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് ഈ വക എല്ലാം വഴട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവോളയും പുതിനയിലയും മല്ലിയിലെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം 2 മീഡിയം സൈസ് തക്കാളിക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നോക്കിയിട്ടേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് തക്കാളിക്ക് ഒന്ന് കുക്കായതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഞാൻ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ ഗരം മസാല. കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ നൂഡിൽസിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഗരം മസാല ആഡ് ചെയ്താലും മതി. അതിനുശേഷം നന്നായിട്ട് ആ ഒരു മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടലയുടെ വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചോളൂ. അരിയുടെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താളാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ആ റൈസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കോട്ടായി വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് റൈസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് റൈസിന് ഞാൻ 2 ഗ്ലാസിൻ്റെ അളവിനാണ് നമ്മുടെ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3.5 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു 6.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം നോക്കിക്കോളൂ, ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചന റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ആ ഒരു റൈസ് ഒന്ന് പൊടിഞ്ഞ് പോകാണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്കായി ഞാനിവിടെ ഒരു മല്ലിയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ പപ്പടവും ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് റൈത്തയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഗാർലിക് റൈത്തയുടെ റെസിപ്പി നിങ്ങൾക്ക് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു റൈസിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമോ എന്തിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ.
അപ്പോൾ ഗായ്സ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.